ചേട്ടാ അനങ്ങരുതേ, അങ്ങനെ തന്നെ ഇരിക്കണേ. എനിക്കൊരു ഫോട്ടോ എടുക്കാനാ, പ്ലീസ്. ആ അങ്ങനെ തന്നെ. ആ റെഡി? അങ്ങനെ തന്നെ ഇരിക്കണേ. ഓക്കെ. കൊച്ചമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല, എന്റെ പേര് രാഗിണി. എന്നെ രാഗിണി എന്ന് വിളിച്ചാ മതി. അയ്യോ, അത് പാടുണ്ടോ? ജന്മയുടെ മകളായതുകൊണ്ടാണോ? ചേട്ടാ, അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല. ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി. രാഗിണി എന്തിനാ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ല് കൊയ്ത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ പിടിക്കുമോ? ഇവിടെയാണ് മനുഷ്യരുള്ളത്, ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വെള്ളത്തിൽ കയറി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ, പാടില്ലേ? ആ, നാളെ ആകട്ടെ. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, അങ്ങനെ ഒന്നിരിക്കണേ. റെഡി? താങ്ക് യു. ഇത് പാടം, ഇത് കായൽ. ഇതാ അങ്ങ് ദൂരെ കാണുന്നത്, അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് ഒരു പ്രത്യേകതയുണ്ട്. രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല. കായലിലെ വെള്ളത്തിന് നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ, നിക്കൂ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ചേട്ടൻ തന്നെ പണം നുഴയാൻ പഠിപ്പിക്കാമോ? അതിനെന്താ, നീ വരും. ആ, അങ്ങനെ തൊഴയൂ. ചേട്ടാ, ഒന്നൂടെ സ്മൈൽ സ്മൈൽ സ്മൈൽ. ഓക്കെ. ചേട്ടാ, ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ക്യാമറയിലേക്കല്ലേ പതിപ്പിച്ചത്, പിന്നെ എന്റെ മനസ്സിലേക്കാ. രാഗിണി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. രാഗിണി, എന്താണ് ഈ പറയുന്നത്? അതെ ചേട്ടാ, മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല. ഞാനാര്, നീ ആര്? അത് മറക്കരുത്. എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം, എന്തോർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്റെ കൈ പിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത്. ആ, ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ ഇതാ എന്റെ കൈ. രാഗിണി, ഞാൻ ഈ കൈ പിടിച്ചുകൊടുക്കും. എന്തുകൊണ്ട്? ഞാനൊരു സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ്. ചേട്ടൻ എന്നോടല്ലല്ലോ, ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പോലും. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും. രാഗിണി, ഇവിടെ ഈ സമയത്ത്? ചേട്ടൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. അസമയമാണ്. വളരെ കണ്ടാൽ മറ്റുള്ളവർ കാണുന്നതും അറിയുന്നതും എനിക്കൊരു പ്രശ്നമല്ല ചേട്ടാ. എങ്കിലും വിവാഹം കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നാട്ടുകാരെ അറിയിക്കാനില്ലേ? അത് ആഘോഷത്തോടെ വേറെ നടന്നുള്ളൂ. രാഗിണി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ സത്യം ചേട്ടനെ വിശ്വസിപ്പിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നു രാഗിണി. എന്റെ വെക്കേഷൻ കഴിയാറായി. ഞാൻ പോകും. പിന്നെ വിവാഹപ്പന്തലിൽ വെച്ച് നമ്മൾ കാണും. ഞാനിപ്പോഴേ എന്റെ മനസ്സും ശരീരവും ചേട്ടനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഭാർഗവമ്മ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. മകന്റെ കാര്യങ്ങൾ അമ്മ കൂടി അറിയണ്ടേ? നേരാണോ വേലു ഇത്? ഗോപിക്കവളെ അങ്ങോട്ടും ഇഷ്ടമാണോ? അയ്യോ, ഇഷ്ടമാണോന്നും അവന് വേണ്ടി അവൾ ചാകാൻ നടക്കല്ലേ. ഈ പ്രദേശത്ത് ഇതിപ്പോൾ ഒരു പാട്ടാണ് ഭാർഗവമ്മേ. ഒരു പെണ്ണ് എന്റെ മോനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനത്തെ പെണ്ണാണോ? അവര് വലിയ കാശുകാരല്ലേ? എന്റെ മോനെ കാശിക്കാമോ? അത് തന്നെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. എന്താ ഇത്ര കാര്യമായിട്ട് അമ്മയോട് പറയുന്നത്? എന്തുവാടാ ഈ കേൾക്കുന്നത്? എന്തായിരുന്നു? ആരും അറിഞ്ഞില്ലെന്നൊന്നും വിചാരിക്കണ്ട. നീയും ആ രാഗണി കുഞ്ഞും തമ്മിൽ. അതെ, ശരിയാണ്. ചേടാ, നീ ആര്? അവളാര്? ഞാനൊരാണ്, അവളൊരു പെണ്ണ്. അത് പേര് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട്. അതൊക്കെ ആലോചിക്കാനേ എന്റെ അമ്മയുണ്ട്. എന്നാലും ഈ വെള്ളം കടവിലെടുക്കാൻ കുറച്ച് വിഷമാണല്ലോ ഗോപി. ഒരു വിഷമം ഉണ്ടാവില്ല. ഞങ്ങളെ ഇവിടെയൊക്കെ തന്നെ കാണും. എടാ, ഈ കായല് പറ്റിപ്പോയില്ലെങ്കില് ഞാൻ അവളെയും കൂട്ടി കടവത്തുനിന്ന് ഇറങ്ങും. മോനെ, നല്ല ധൈര്യമുണ്ടല്ലോ. ആ, നല്ല ധൈര്യമുണ്ട്. എന്നാലേ കായൽ വെച്ചാതെ ഞങ്ങൾ നോക്കിക്കോളൂ. നീ അവളെ ഇവിടെ കൊണ്ടുവന്നിറക്കും. ഇറക്കന്നെ ചെയ്യൂടാ. മോനെ, നീ ഒന്ന് വെറുതെ ഇരിക്കേ. യവന്മാരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടമേ, നമ്മൾ സമാധാനിക്കും. നമുക്കൊന്ന് കാണണം. രാഗിണി പോകരുതെന്ന് പറയാൻ തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ചേട്ടൻ രാത്രിയിലെ കാവൽപ്പുരയിലല്ലേ കിടക്കാറ്. എന്റെ ഓർമ്മകൾ എന്നും അവിടെ ഉണ്ടാവും. അങ്ങനെ എത്ര നാൾ കഴിയും? എന്റെ പരീക്ഷ കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെടും. കൂടെ ചേട്ടന്റെ രാഗിണി ഉണ്ടാവും. അന്ന് അച്ഛൻ തന്നെ ചേട്ടന്റെ അമ്മയെ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കും. എന്താണ് ഉറപ്പിക്കുക ചേട്ടാ? എന്താ ചേട്ടൻ പറയണം. നമ്മുടെ വിവാഹം. അതെ, അടുത്ത കൊയ്ത്തുകാലാകുമ്പോഴേക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും. ചേട്ടൻ വിഷമിക്കാതിരിക്കണം. പോകാൻ സമയമായി.
അടുത്ത കൃഷി ഇറക്കാറായി. നിന്റെ കാവിയുടെ പരീക്ഷ ഒന്നും കഴിഞ്ഞില്ലേ? ആ പരീക്ഷ ഇനി കഴിയില്ലെന്നാ തോന്നുന്നത്. എന്നെ പരിഹസിക്കുകയാണോ? ആ, ഇതെന്ത് കഥ? ഗോപി തന്നെയല്ലേ പറഞ്ഞത് ഈ കായൽ പറ്റിപ്പോവില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് ഈ കടവിൽ വന്നിറങ്ങുമെന്ന്. അതൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യൂടാ. അതെപ്പോഴാണെന്നാ ചോദിച്ചത്. ഗോപി ഒരു കാര്യം ചെയ്യും, എറണാകുളത്ത് പോയി പരീക്ഷയൊക്കെ നടത്തി അവളെയും കൂട്ടി ഇങ്ങോട്ട് പോരും. അല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും ഒരു സമാധാനവും കിട്ടില്ല. അതാ ഞാനും പറയുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്ന് ഉണങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതിന്റെ ഒരു അറ്റം പിടിച്ചേ. ഒല്ല കെട്ടെന്ന് വെച്ചു. ആരാ? രാഗിണിയുടെ വീട് ഇതല്ലേ? എന്തു വേണം? ഒന്ന് കാണണം. അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ കുട്ടനാട്ടുന്ന പേര് ഗോപി. രാഗിണിയെ കാണണമെന്ന് പറഞ്ഞല്ലോ. ഞാനവിടെ സഹോദരനാ. വിരോധമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് എന്നോട് പറയാം. നേരിട്ട് പറയാനുള്ളതാ, ഒന്ന് വിളിപ്പിക്കണം. ശശിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും അവൾക്കില്ല. എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാൽ മതി. രാഗിണിയുടെ കുട്ടനാട്ടി വന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു. ഓഹോ, അവളുടെ വിവാഹമാണെന്നറിഞ്ഞ് വരികയായിരിക്കും. വിവാഹമോ? രാഗിണിയുടെ വിവാഹമോ? അതെ, ഒരുക്കം നടക്കുന്ന കണ്ടില്ലേ? എന്തു പറ്റി? ആരുമായാണ് വിവാഹം? അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യം. കാര്യമുണ്ട്. നിങ്ങളുടെ സഹോദരനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ എവിടെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ തമ്മിൽ തമ്മിൽ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത്. ഓ, രാഗിണി, രാഗിണി. എന്താ ചേട്ടാ? എന്താ മോനെ, ഇയാൾ ആരാ? ഈക്ക് രാഗിണിയെ ഒന്ന് കാണണമെന്ന്. എടി, നിനക്കുള്ള പരിചയമുണ്ടോ? ആ, ഉണ്ട് ചേട്ടാ. ഇയാൾ പറയുന്നു നീ ഇയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്ന്. ശരിയാണോ? എന്ത്? ഞാനോ? ഇയാളെ വിവാഹം കഴിക്കാമെന്നോ? രാഗിണി, ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇയാള് പറയുന്നത് സത്യമല്ല? അല്ല, ഇയാളെ ഞാൻ ആ പാടത്തും കളത്തിലും ഒക്കെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ മറ്റേ യാതൊരു ബന്ധവുമില്ല. എന്ത് ബന്ധം? എടീ, ഈ കല്യാണം മുടക്കാൻ നീ മനഃപൂർവ്വം തീരുമാനിച്ചതാണോ അതോ നിന്നെ വല്ലവരും അയച്ചതാണോ? അത് നിങ്ങൾ ഇവളോട് ചോദിക്കൂ. ഇവൾ എന്നെ കയറി പ്രേമിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ എന്റെ സഹോദരി അവമാനിക്കണോ? ഇവൾ എന്നെ അപമാനിക്കുകയായിരുന്നു. ഡീ, നീ എന്നെ മാത്രമല്ല, നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനെ കൂടിയാണ് വഞ്ചിക്കുന്നത്. ചേട്ടാ! രാഗിണി, നീ അകത്തോ. വാ, ഇവിടെ നിന്ന് ബഹളം വെക്കണ്ട. നമുക്ക് സമാധാനമായിട്ട് അകത്തിന് സംസാരിക്കാം. വരൂ.
കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി പോവാ. ഒരു കാമുകം വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ വീടായിപ്പോയി. ഇവിടെ വെച്ചതിന് മറുപടി പറയാൻ ഞാനൊരു എരപ്പാളിയല്ലടാ. ഇനി ഇവിടെ ഒന്ന് നാമരയ്ക്കാൽ നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. പോകുന്നുണ്ടോ വെളിയിൽ? ഞാൻ പോകുന്നതാ. ആത്മഹത്യ ചെയ്യാനാണെന്ന് കരുതണ്ട. എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. അല്ല, തനിച്ചേ ഉള്ളോ? എറണാകുളത്ത് പെണ്ണ് കെട്ടാൻ പോയിട്ട് പെണ്ണെവിടെ? ചിലപ്പോ കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ച് വരികയായിരിക്കും. ഊവേ, എന്നാ കല്യാണം? കല്യാണത്തിന് ഞങ്ങളെ കൂടി ക്ഷണിക്കണേ. നോക്കി പേടിപ്പിക്കുന്നു. വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നിന്നിട്ട് പോടാ. അവിടെ നിക്ക്. വരവ് കണ്ടിട്ടേ പെണ്ണ് ചൂലുകൊണ്ട് അടിച്ചിറക്കിയ ലക്ഷണം ഉണ്ടല്ലോ. നിങ്ങൾ ആരും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്. പോകുന്നുണ്ട് മുമ്പിൽ നിന്ന്. ഓ, അപ്പൊ പോക്ക് തന്നെ. മനസ്സിൽ കാറും ബംഗ്ലാവും ഒക്കെ അല്ലായിരുന്നോ? എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. ഹുപ്പ്. കിട്ടിയില്ലേ? മതിയായില്ലേ? നീ സമാധാനമായി. ഞാൻ നടത്തി തരുന്നു എന്റെ കല്യാണം. നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങൾ ആ സംഭവത്തിന് ശേഷം അവന് സ്ത്രീ എന്ന് പറഞ്ഞാൽ വിരോധമാണ്, വെറുപ്പാണ്. അങ്ങനെ തകർന്നു കിടക്കുകയാണ് കുഞ്ഞെ അവന്റെ ജീവിതം.